AK വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് നെടുങ്കുന്നം പള്ളിയുടെ മുന്നിലത്തെ സ്റ്റെപ്പിലാണ്. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുങ്കുന്നം പള്ളിയുടെ മുന്നിലാണ്. നെടുങ്കുന്നം പള്ളിയിലെ പെരുന്നാളും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ വലിയ പ്രശസ്തമായിട്ടുള്ള നെടുങ്കുന്നം പുഴുക്ക് നേർച്ചയും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിത് തുടക്കം മുതൽ അവസാനം വരെ അത് കാണണം. അപ്പോൾ പെരുന്നാളിന് ഇവിടെ കൊടിയേറി കഴിഞ്ഞു. ഞാൻ പള്ളിയും പരിസരവും ഒക്കെ ഒന്ന് കാണുകയാണ്. പ്രശസ്തമായിട്ടുള്ള നെടുങ്കുന്നം പള്ളിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പള്ളിയും പരിസരവും എല്ലാം ഞാനൊന്ന് കാണുകയാണ്. ഞാൻ ഗ്രൗണ്ടിലോട്ടൊന്ന് ഇറങ്ങി. ഗ്രൗണ്ടിൽ വന്നപ്പോഴത്തേനും എന്തെല്ലാം സാധനങ്ങളാണ്. പിള്ളേരുടെ എൻ്റർടൈൻമെൻ്റ് ആണ് കൂടുതൽ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് അവിടെ കണ്ടു. അതുപോലെ തൊട്ടിലാട്ടം, പലതരം റൈഡുകൾ, അതുപോലെ വെച്ച് വാണിഭക്കാർ. ഇതാണ് ഇവിടുത്തെ പള്ളി മേട. ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇതാണ് നമ്മുടെ നെടുങ്കുന്നം പള്ളി, അതായത് സ്ഥാപിത പള്ളി. 1803 സ്ഥാപിച്ച പള്ളിയാണിത്. അപ്പം നമ്മൾ ആദ്യം കണ്ടത് പുതിയ പള്ളിയാണ്. ഇപ്പം കണ്ടതാണ് ഇവിടുത്തെ കൊച്ചുപള്ളി, ചെറിയ പള്ളി എന്ന് പറഞ്ഞത്. ഇതാണ് സ്ഥാപിത പള്ളി. പള്ളിയുടെ ആദ്യ വികാരിയായിരുന്നു കളത്തൂർ കളങ്ങര അബ്രഹാം കത്തനാർ. അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് നമ്മുടെ പുഴുക്ക് നേർച്ച. വെച്ചൂട്ടെന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കണ്ട ഒരു അതിശയ കാഴ്ചയാണ്. ഞാൻ അവിടെ ചെന്നപ്പം ബൈബിൾ ഇരിക്കുന്നു. ബൈബിള് കണ്ടാൽ നമ്മളൊന്ന് നോക്കുമല്ലോ. ഞാനൊരു വചനം വായിക്കാൻ എടുത്തപ്പോൾ ഉണ്ട് അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ മലയാള ഭാഷയിൽ എഴുതിയിരിക്കുകയാണ് അത് മുഴുവനും. അപ്പം ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു ഇവിടുത്തെ മിഷൻ ലീവ് കുട്ടികളും അധ്യാപകരും കൂടെ എഴുതിയാണ്. എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പള്ളി മുറ്റത്തേക്ക് നോക്കിയപ്പോൾ തന്നെ കൊട്ടകളിങ്ങനെ കഴുകി ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു 750 കൊട്ടയുണ്ട്. ഇതെല്ലാമാണ് നമ്മുടെ പുഴുക്ക് നേർച്ചയ്ക്ക് വേണ്ടി പുഴുക്കെടുക്കാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം കൃത്യം 6 മണി ആയപ്പോഴത്തേന് കറുകച്ചാലിലെത്തി. എത്തിയപ്പം അവിടുത്തെ വിഭവ ശേഖരണ തിരുനാളാണ്. നെടുങ്കുന്നം പള്ളിയുടെ തിരുനാളിനനുബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറയുവാനായിട്ട് സാധിക്കും. നാളെയാണ് ആഘോഷമായ പട്ടണ പ്രദക്ഷിണം. നാളെ കഴിഞ്ഞിരിക്കുന്ന പുഴുക്ക് നേർച്ചയുടെ വിഭവ ശേഖരണ തിരുനാളായിട്ടാണ് ഇന്നത്തെ ദിവസം ആചരിക്കുക. ഇന്ന് ഇവിടെ നിന്നും വിഭവ ശേഖരണത്തിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നിർവഹിക്കപ്പെടുകയാണ്. കറുകച്ചാലിയിൽ നിന്ന് നെടുങ്കുന്നം പള്ളിയിലോട്ട് പോകുന്ന ഒരു പ്രദക്ഷിണം. 2 സൈഡിലും ഭക്തജനങ്ങൾ അവരുടെ കാർഷിക വിഭവങ്ങളെല്ലാം 2 സൈഡിലും വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുഴുക്ക് നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഭവ ശേഖരണത്തിൻ്റെ ഉദ്ഘാടനം നടക്കുക. പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. പ്രധാനമായിട്ടും കപ്പയും വാഴക്കുലകളുമാണ് അവിടെ കണ്ടത്. അച്ഛൻ്റെ ഒരു നന്ദി സൂചകമായിട്ടൊരു ചെറിയ ഒരു സന്ദേശവും കൊടുത്തു. അവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാളവണ്ടിയിലായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാളവണ്ടി കിടപ്പുണ്ട്. അതിനകത്ത് കുറേ വാഴക്കൊലയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറകിന് കുറേ ചെറിയ ലോറികളെ പിക്കപ്പിലെല്ലാം സാധനങ്ങൾ കയറ്റി അവിടെ നാനാജാതി മതസ്ഥരാണ് അവിടെ നിൽക്കുന്നത്. അവരെല്ലാം കൂടാണ് ഇത് കൊടുക്കുന്നത്. എല്ലാവരുടെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു ആഘോഷം തന്നെയാണ് നെടുങ്കുന്നം പള്ളിയിലെ പെരുന്നാൾ. അപ്പോൾ പ്രദക്ഷിണം ഇനി പള്ളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി തിരിച്ച് പ്രദക്ഷിണം പള്ളിയിലോട്ട് പോവുകയാണ്. 2 സൈഡിൽ നിന്നും കാർഷിക വിഭവങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് പോവുകയാണ്. വിവിധ മതസ്ഥരുടെ ആ ഒരു അവരുടെ ആ കാഴ്ച അത് ഭയങ്കര കുളിർമ എനിക്ക് കോരി.
പ്രദക്ഷിണം പോകുന്ന 2 സൈഡിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിലെ കാണിക്കയായിട്ട് അവർ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കാർഷിക വിഭവങ്ങളെ ശേഖരിച്ച് പള്ളിയിലോട്ട് പോവുകയാണ്. ഈ പ്രദക്ഷിണത്തിന് ജനങ്ങളെല്ലാം ഒത്തൊരുമയോടെ പ്രദക്ഷിണത്തെ വരവേൽക്കുകയാണ്. ജാതിമത ഭേദമന്യേ ഭക്തിയോടെ കാർഷിക വിഭവങ്ങൾ കാണിക്കയായി നൽകുകയാണ്. ഈ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇത് കേരളത്തിൽ നിന്നല്ല മറ്റൊരിടത്തും ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര അതിശയകരമാണ്. നമ്മൾക്ക് കൺകുളിർക്കെ അത് കാണേണ്ടത് തന്നെയാണ്. തിരുസ്വരൂപം വഹിച്ചുള്ള ഈ ഒരു പ്രദർശനത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അതിശയവും തോന്നിയ ഒരു പ്രദർശനം തന്നെയായിരുന്നു ഇത്. വാർഡ് 1 എന്ന് എഴുതിയിരിക്കുന്ന ഈ കൗണ്ടറിൽ നിരവധി വിഭവങ്ങളാണ് ഇവിടെ കാണിക്കയായിട്ട് വെച്ചിരിക്കുന്നത്. നിലവിളക്കുകൾ കത്തിച്ച് വളരെ ഭക്തിയോടെയാണ് ഇവർ പ്രദക്ഷിണത്തെ വരവേൽക്കുന്നത്. പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് ബണ്ണും ചായയും അവർ നൽകുന്നുണ്ടായിരുന്നു. തിരുസ്വരൂപത്തിന് നോട്ടുമാലകളും ഹാരവും അണിഞ്ഞ് അവരുടെ കാണിക്കയായിട്ട് കാർഷിക വിഭവങ്ങളും എല്ലാം നൽകുന്ന ആ ഒരു കാഴ്ച ഏറ്റവും മനോഹരമാണ്. ഇത് കാണുമ്പോഴേ ഒരു സാഹോദര്യത്തിൻ്റെ, ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രദക്ഷിണ വീഥികൾ ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓരോ വീട്ടുകാരും അവരവർക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ മനോഹരമാക്കിയിരിക്കുകയാണ് 2 സൈഡും അവരവരുടെ വീഥികൾ. അതുപോലെ തന്നെ നെടുങ്കുന്നം പള്ളിയും ദീപാലങ്കാരത്താൽ ശോഭിച്ചു നിൽക്കുകയാണ്. ഇപ്പം കറുകച്ചാലിൽ നിന്നും പള്ളിയിലേക്ക് ആദ്യത്തെ പ്രദക്ഷിണം എത്തിക്കഴിഞ്ഞു. വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് കാളവണ്ടിയും മറ്റു വണ്ടികളും എല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാളവണ്ടിക്കകത്തുനിന്ന് വാഴക്കുലകളും അതുപോലെ തന്നെ കപ്പയും എല്ലാം ഈ ഒരു പാചക പുരയിലോട്ടാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് കാവുന്നടയിൽ നിന്നും ഉള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എത്തുന്നതായിരിക്കും. നൂറുകണക്കിന് ആളുകളിൽ നിന്നും ശേഖരിച്ച കാർഷിക വിഭവങ്ങളെല്ലാം പള്ളിയിലെത്തി, പാചകപ്പുരയിൽ എത്തിയിരിക്കുകയാണ്. ഇത് എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയണ്ടേ? പ്രധാനമായിട്ട് കിട്ടിയിരിക്കുന്നത് കപ്പ, പിന്നെ വാഴയ്ക്കായുണ്ട്, ചേമ്പ്, ചേന, കാച്ചില്, തേങ്ങ, ചക്ക വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറുകച്ചാൽ ഭാഗത്തു നിന്നുള്ള വിഭവശേഖരണം എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇടവകയിലെ മറ്റംഗങ്ങളെല്ലാം, പ്രത്യേകിച്ച് കാവുന്നടയിലെയും മറ്റ് ഇടവകക്കാർ എല്ലാവരും വിഭവശേഖരണം ഇവിടെ
പള്ളിയിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പള്ളി തന്നെ നല്ലൊരു രീതിയിൽ പുഴുക്ക് നേർച്ചയ്ക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഞാനിനി ആ പാചകപ്പുരയിലോട്ടൊന്ന് പോവുകയാണ്. അവിടെ വിഭവങ്ങൾ ശേഖരിച്ചിരിക്കുന്ന ആ ഒരു പാചകപ്പുരയിലോട്ട് കേറുകയാണ്. ഇവിടെ എന്തെല്ലാം ഉണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ 3 അടുപ്പുകൾ കണ്ടു. അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇന്നലെ അടുക്കി വെച്ചിരുന്ന കൊട്ടകൾ ഇവിടെ ഇങ്ങനെ റെഡിയായിട്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ കരിയാപ്പില, പച്ചമുളക്, പിന്നെ ഇഞ്ചി, ഇങ്ങനെ സാധനങ്ങൾ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇഞ്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ചിരണ്ടിയാൽ മതി. വിറക് കണ്ടില്ലേ, വിറകുകൾ ഇഷ്ടം പോലെ അടുക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് കാച്ചിലൊക്കെ ഇനി ചെറിയ കഷ്ണമാക്കി വെക്കുമെന്നാണ് പറഞ്ഞത്. ചേന മാത്രം പുഴുക്കിന് ഉപയോഗിക്കത്തേയില്ല. ചേനയെല്ലാം ലേലം വിളിച്ച് കൊടുക്കത്തേ ഉള്ളൂ. അതുപോലെ തേങ്ങായും ലേലം വിളിച്ച് കൊടുക്കുക. തേങ്ങ ഇതിന് ഉപയോഗിക്കത്തില്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ തേക്കല കണ്ടില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഈ തേക്കലയിലൊക്കെ കൊടുക്കുന്ന പറഞ്ഞാൽ അവർ പാരമ്പര്യമായിട്ട് പണ്ട് മുതലേ ഇത് 170 80 വർഷം എങ്ങാണ്ടായി എന്നാണ് പറഞ്ഞത്. അന്ന് മുതലേ തേക്കലയാണ്, ഇന്നും തേക്കലയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകതകളെ. ആ പാരമ്പര്യം അവർ നിലനിർത്തി പോകുന്നുണ്ട്. കപ്പയൊക്കെ കണ്ടില്ലേ. ഇനി ഇത് കുറച്ചുകൂടെ കപ്പ വരാനുണ്ടെന്നാ കിഴക്കുന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ ഉള്ളത് കണ്ടില്ലേ. കൊള്ളയിൽ ഏറ്റവും നല്ലതാണ് അവരുടെ കാണിക്കയായിട്ട് ഇവിടെ പള്ളിക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ പാചകപ്പുരയിലെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ഭക്തി നിർഭരമായിട്ടുള്ള കാവുന്നടയിലെ പ്രദക്ഷിണത്തിനാണ്. ആ പ്രദക്ഷിണത്തിൻ്റെ കാഴ്ചകളാണ് ഇനിയും കാണാൻ പോകുന്നത്. അതാണ് 2ാമത്തെ പ്രദക്ഷിണമാണിത്. അപ്പം കാവുന്നടയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാചകപ്പുരയിൽ എല്ലാവരും എത്തും. കപ്പ പൊളിക്കാൻ, ചേമ്പ് ചിരണ്ടാൻ, ഇഞ്ചി ചിരണ്ടാൻ, എല്ലാ പണികളും തുടങ്ങുന്നത് അന്നേരമാണ്. ഈ ഒരു റാസയാണ് തിരുനാളിൻ്റെ ഏറ്റവും ഭക്തിസാന്ദ്രമായിട്ടുള്ള റാസ. 10,000-കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ബാൻഡ് മേളങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി മുത്തുക്കട ഏന്തി 10,000-കണക്കിന് ജനങ്ങളാണ് ഈ റാസയിൽ പങ്കെടുക്കുന്നത്. വളരെ ഭക്തിയോടുകൂടിയാണ് ഈ റാസ ഭക്തജനങ്ങൾ വരവേൽക്കുന്നത്. അങ്ങനെ കുരിശുപള്ളി റാസ എത്തി. ഈ പ്രദർശനത്തിന് ബാൻഡ് മേളങ്ങളെ, ചെണ്ടമേളങ്ങളെ എല്ലാം തകർക്കുകയാണ്. ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ബാൻഡും ചെണ്ടയും എല്ലാം.
തിരുസ്വരൂപം കുരിശുപള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ജനങ്ങളെല്ലാം കൈകൾ കൂപ്പി വണങ്ങുകയാണ്. അതുപോലെ നോട്ടുമാലകളും ഹാരവും അണിഞ്ഞ് തിരുസ്വരൂപത്തെ സ്വീകരിക്കുന്നു. ഇടവകാരി ഭക്തജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് മുഖ്യ പ്രഭാഷണം നടത്തിയത് ഫാദർ ജോർജ് ഞാറക്കുന്നേൽ അച്ഛനായിരുന്നു. ഭക്തി നിർഭരമായ റാസ പള്ളിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നെടുങ്കുന്നം പള്ളിയിലെ പുഴുക്ക് നേർച്ച ഉണ്ടാക്കുന്ന പാചകപ്പുരയിലാണ് ഞങ്ങളിപ്പം വന്നിരിക്കുന്നത്. റാസ കയറി വരുന്നുണ്ട്. റാസ വരുമ്പോഴത്തേനും ഇവിടെ എല്ലാം ഈ കസേരകളിലെല്ലാം ആളുകൾ സ്ഥാനം പിടിക്കും. എല്ലാവരും ഇവിടെ ചേമ്പ് ചിരണ്ടാനും കാച്ചിൽ ചിരണ്ടാനും അതുപോലെ വാഴയ്ക്ക വൃത്തിയാക്കാനും കപ്പയുണ്ട്, കപ്പ അരിയാനും എല്ലാം ഇപ്പം തുടങ്ങാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് 1-2 പേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നത്. ഞങ്ങൾ റാസായിക്കെല്ലാം പോയതാണ്, അതിന് മുമ്പേ കയറി വന്നതാണ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കലവറയിൽ പുഴുക്ക് നേർച്ചയ്ക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ഇടവ വികാരി പുഴുക്കുണ്ടാക്കുന്നതിന് തുടക്കം കുറിക്കുവാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു കപ്പ എടുത്ത് പൊളിക്കുകയാണ്. കലവറയിലാണെങ്കിൽ പുഴുക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അച്ഛനോടൊപ്പം സഹവികാരിയും കപ്പ പൊളിക്കുകയാണ്. കസേരകൾ നിരത്തി ക്രമമായി ഇട്ടിരിക്കുകയാണ് 2 സൈഡിലും. അതിനിടയിലൂടെ ഓരോ കൊട്ട ചേമ്പും വെച്ചിരിക്കുകയാണ്. ചേമ്പ് ചിരണ്ടാനായിട്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. എല്ലാവരും ഒത്തുകൂടി അതാത് സ്ഥാനത്തിരുന്ന് ചേമ്പ് ചിരണ്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന കപ്പകൾ കുട്ടയ്ക്കുള്ളിൽ ആക്കിയിരിക്കുകയാണ്. റെഡിയാക്കിയ കപ്പ നിരത്തുവാൻ വേണ്ടിയിട്ട് പനമ്പും പ്ലാസ്റ്റിക്കും വിരിച്ചിട്ടുണ്ട്. ഇറച്ചി കഴുകുന്നതാണ് ഈ കാണുന്നത്. മിഷ്യനിലാണ് ഇറച്ചി കഴുകുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകാൻ പറ്റും. പാത്രങ്ങളൊക്കെ കഴുകി വളരെ വൃത്തിയും വെടിപ്പോടും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കഴുകിയ ഇറച്ചി പാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. വീണ്ടും കഴുകുവാനുള്ള ഇറച്ചി മിഷ്യനിലേക്ക് ഇടുകയാണ്. മറ്റൊരിടത്ത് ഇഞ്ചി അരിയുന്നു. പരിസരങ്ങളിലായി നിരന്നിരുന്നു കൊണ്ട് കപ്പ പൊളിക്കുകയാണ്. എല്ലാവരും കൂടി എന്തൊരു രസം, നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ. അതുപോലെ തന്നെ നല്ലൊരു കൂട്ടായ്മയായിട്ടാണ് ഒത്തുചേരുന്നത്. എല്ലാവരും ഓരോ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പൊളിച്ച കപ്പുകൾ ഒരുമിച്ച് കൂട്ടിയിടുകയാണ്. വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാവരും കലവറയിലെ പണികൾ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ചെയ്യുന്നത്. കുഞ്ഞു പിള്ളേർ സഹിതം കപ്പ എടുത്തുകൊണ്ട് വരുന്നു, പൊളിക്കാൻ കൊണ്ടുപോകുന്നു, പൊളിച്ചത് കൊണ്ടുവരുന്നു. എന്നാ രസമായിരിക്കുന്നു. എല്ലാവരും അവിടെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എട്ട് വലിയ ചരുവങ്ങളിലാണ് ഇറച്ചി വേവിക്കുവാൻ വെച്ചിരിക്കുന്നത്. ഇടവക അംഗങ്ങളെല്ലാവരും
ഒത്തുകൂടിയാണ് പുഴുക്ക് റെഡിയാക്കുന്നത്. ഇവരുടെ ഈ ഉത്സാഹത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നടന്നു കാണുകയായിരുന്നു. വളരെ ആശ്ചര്യം തോന്നി. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാഴ്ചകളായിരുന്നു ഇവിടെ. ഭയങ്കര സന്തോഷവും അതിശയം തോന്നി. പരിചയമുള്ളവരെല്ലാം പരസ്പരം വിളിച്ച് അടുത്ത് ഇരുത്തി അവരെല്ലാം ഭയങ്കര സംസാരിക്കുകയും തമാശ പറയുകയും ഭയങ്കര ആനന്ദകരമായ നിമിഷങ്ങളാക്കി മാറ്റുകയായിരുന്നു. ഒരു ഐക്യം തന്നെയാണ് ഇവിടെ കാണുന്നത്. സമയം രാത്രി 11:30 കഴിഞ്ഞെങ്കിലും ആർക്കും ഒരു ക്ഷീണവും ഇല്ല. എല്ലാവരും നല്ല ചുറുചുറുപ്പോടെ ജോലി ചെയ്യുന്നു. എന്തൊരു ഉത്സാഹം എല്ലാവർക്കും. വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി, അങ്ങനെ ഈ സെക്ഷനെല്ലാം പണികളൊക്കെ ഏകദേശം പൂർത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നെടുക്കുന്നം പള്ളിയിലെ പുഴുക്ക് ഇവിടെ പുഴുക്കിൻ്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയാനായിട്ട് എനിക്ക് 2 ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. എന്നാ ചേട്ടൻ്റെ പേര്? ജോസ്. പേര് മാത്യു. പള്ളി കമ്മിറ്റിക്കാരാണ്. ഇവിടെ ഞാൻ കണ്ടത് 4 ചെമ്പ് ഇരിക്കുന്നത് കണ്ടു. 4 ചെമ്പ്. ഒരു ചെമ്പിനകത്ത് എങ്ങനെയാണ്? ഒരു ചെമ്പിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ നമ്മൾ കപ്പ ഏകദേശം ഒരു 140 കിലോ കപ്പ ഒരു ചെമ്പിൻ്റെ അകത്ത് വരും. പിന്നെ കാച്ചിക്ക ഒരു 10 കിലോ, ചേമ്പ് 10 കിലോ, ഏത്തയ്ക്ക 10 കിലോ. ഇത് സമം ചേർത്ത് അതിന് മസാലക്കൂട്ടുകളുണ്ട്. ഒരു 50 കിലോ ഇറച്ചിയും കൂടെ ചേർത്ത് ആദ്യം ഇറച്ചി വേവിക്കും. മസാല നമ്മൾ മസാല ഇട്ട് ഇറച്ചി വേവിക്കും. വേവിച്ചിട്ട് നമ്മൾ ചെമ്പടുപ്പ് വെച്ച് വെള്ളം തിളപ്പിച്ച് അതിന് മുളക്, മഞ്ഞൾ എല്ലാം കൂടെ ചേർത്ത് അങ്ങനെയുള്ള സാധനം ചേർത്തിട്ട് കുറച്ച് കപ്പ, ഒരു 4 കൊട്ട കപ്പ അതിൻ്റെ അകത്ത് ഇടും. ഇടും. അല്ലല്ല 4 കൊട്ട കപ്പ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഒരു 3 കൊട്ട 4 കൊട്ട അത് വരവനുസരിച്ച് ഏത്തക്കായ ഇടും, ചേമ്പിടും, കാച്ചിലിടും. അപ്പോൾ ഇത്ര ഇട്ടതിൻ്റെ ശേഷം വേവിച്ച ഇറച്ചി അതിൻ്റെ മേലോട്ട് ഇടും. അത് ഞങ്ങൾ മസാലയിട്ടാണ്, കുറച്ച് മസാലയിട്ടാണ് വേവിക്കുന്നത്. ഇതിൽ ഇറച്ചി നിരത്തി ചെമ്പിൻ്റെ അകത്ത് നിരത്തിയതിൻ്റെ ശേഷം കുറേ മസാല അവിടെ ഞങ്ങൾ വേറെ അഡീഷണലായിട്ട് ചേർത്തിട്ട് ബാക്കി വരുന്ന ഭാഗം കപ്പ കൊണ്ട് നിറയ്ക്കും. ചെമ്പ് നിറയ്ക്കും. അത് പിന്നെ അടുപ്പത്തിരുന്ന് വേവും. ഇല്ല, അത് ഇലയിട്ട് ഞങ്ങൾ ഇലയിട്ട് മൂടും. അല്ലാതെ അതിന് വേറെ പാത്രമൊന്നും വെക്കത്തില്ല. മൂടി അത് തിളച്ച് വെന്ത് അത് ഒരു ആദ്യത്തെ ചെമ്പൊക്കെ ആകുമ്പോൾ ഒരു ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ വരും. പിന്നെ അത് അടുപ്പ് ചൂടായി കഴിയുമ്പം ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ ബാക്കി അങ്ങ് വേകും. 3 അടുപ്പ് ഒരുപോലെ 3 അടുപ്പ്. ആദ്യത്തെ വെച്ചത് ആദ്യം എടുക്കും, രണ്ടാമത് വെച്ചത് രണ്ടാമത് എടുക്കും, മൂന്നാമത് വെച്ച് ഇങ്ങനെ. അപ്പം ആദ്യത്തെ ചെമ്പ് കാലിയാകുമ്പോൾ അത് വേറെ അന്നേരം നിറയ്ക്കും. 4 ചെമ്പുണ്ട്. 3 ഒരുപോലെ 3 അടുപ്പ്. 4 ചെമ്പ് അങ്ങനെയാണ്. പിന്നെ ഇത് ഇളക്കി നൈമ്പുണ്ട് ഇത് ഇളക്കി മറിക്കുക. അപ്പോൾ അങ്ങനെ ഇളക്കി മറിച്ചതിൻ്റെ ശേഷം ക്രെയിൻ വന്ന് ഇത് ചെമ്പെ കൊളുത്തി എവിടെ അതൊക്കെ വെക്കേണ്ടത് ആ സ്ഥാനത്ത് ക്രെയിനെ തന്നെ ആ സ്ഥാനത്ത് ചെല്ലും. അവിടെ ചെന്ന് അത് ഷവൽ ഉപയോഗിച്ച് പരമ്പ് നിരത്തിക്കൊണ്ട് ഷവൽ ഉപയോഗിച്ച് പരമ്പ നിരത്തും. കൊട്ട തന്നെ 650 കൊട്ടയുണ്ട്. ആ 650 കൊട്ട ഇത് മൊത്തം ഇത് പുഴുക്കായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും അത് ഷവല് കോരി കൊട്ടയ്ക്കകത്താക്കി
അടുക്കി വെക്കും. അതിന് എടുക്കാൻ പ്രത്യേക ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ വരും. അപ്പം നാളത്തെ പ്രദർശനം കഴിഞ്ഞ് 4 മണിക്ക് പ്രദർശനം കഴിഞ്ഞ് 5 മണിക്ക് ഇത് കൊടുക്കും. കൊടുത്തതിൻ്റെ ശേഷം ആൾക്കാരെ ഇരുത്തി ആദ്യമേ തേക്കലയ്ക്കകത്താണ് ഇത് കൊടുക്കുന്നത്. തേക്കലയിലാണ് എല്ലാവർക്കും തേക്കല ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവരും. ഇവിടെ തേക്കുണ്ട്. ആ തേക്കിൻ്റെ അകത്ത് വെട്ടി തേക്കല എടുക്കും. അങ്ങനെ തേക്കല ആദ്യം വിതരണം ചെയ്തു. അതിൻ്റെ പുറകെ കൊട്ടയ്ക്കകത്ത് ആൾക്കാരെ അരമണിക്കൂർ കൊണ്ട് പുഴുക്ക് വിളമ്പ് 10 മിനിറ്റ് കൂടി വരികയില്ല. പുഴുക്ക് വരുമ്പോൾ അരമണിക്കൂർ 50,000 പേര് ശരാശരി കാണും. അത് 10 മിനിറ്റ് കൊണ്ട് വിളമ്പി തീരും. കൈകൊണ്ടാണ് ഇതുവരെ വിളമ്പിയിട്ടുള്ളത്. അത് അപ്പം കൈകളെല്ലാം ഈ പള്ളിയുടെ മുറ്റത്ത് നേർച്ചയാണ്. പള്ളിയുടെ മുറ്റത്ത് നിന്ന് കഴിച്ചെങ്കിലേ അതിൽ യഥാർത്ഥത്തിൽ ആ പുഴുക്കിൻ്റെ ഒരു സ്വാദ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ വീടുകളിൽ കൊണ്ടുപോയാൽ അത്ര സ്വാദ് തോന്നുകയില്ല. എങ്കിലും ആൾക്കാർ ഇത് വീടുകളിൽ മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ പള്ളിയുടെ പരിസരത്ത് നിന്ന് കഴിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു സ്വാദ് കിട്ടുന്നത്. വന്ന ഉടനെ ആൾക്കാരെ പള്ളിക്ക് ചുറ്റും ആൾക്കാരെ ഇരുത്തുക. അപ്പം ഇല പാസ് കൊണ്ടുപോകും. അവർ തിരിച്ച് വന്ന് തന്നെ ഈ കൊട്ടയം കൊണ്ടുപോയി അച്ഛൻ പ്രാർത്ഥിച്ച് പള്ളി മണിയടിച്ച് പടക്കം വെടിയുണ്ട്, പടക്കമുണ്ട്. പടക്കവും കൂടെ പൊട്ടിക്കഴിയുമ്പോഴാണ് ഇത് വിളമ്പാൻ തുടങ്ങുന്നത്. ആ സ്റ്റെപ്പയിലെല്ലാം ആ കൽക്കുരിശിൻ്റെ അവിടം വരെ സ്റ്റെപ്പയിലെല്ലാം ആളുണ്ട്. 650 വാളണ്ടിയേഴ്സ്. കപ്പ ശരാശരി 3.5 ടണ്ണ് കപ്പ. കാച്ചിൽ 1 ടണ്ണ്. ഏത്തക്ക പിന്നെ ഇറച്ചി ഒരു 1.5 ടണ്ണ് ഇറച്ചിയുണ്ട്. ഏത്തക്ക ഉള്ളതുപോലെ ഇടും. ചെമ്പിൻ്റെ അകത്ത് 50 കിലോ ഇറച്ചി ഒരു ചെമ്പിൻ്റെ അകത്ത് വേവിച്ച് 50 കിലോ ഇറച്ചി. അപ്പോൾ ഒരു ചെമ്പെന്ന് പറയുമ്പോൾ തന്നെ ഒരു 300-350 കിലോ പുഴുക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. 300-350 വരും കിലോ വരും. അപ്പോൾ ഈ വിശേഷം എല്ലാം പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി, സന്തോഷം. ഓക്കെ, അടുപ്പുകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ അടുപ്പിൽ തീ കത്തിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയോടെ വികാരിയച്ഛൻ അടുപ്പിൽ തീ കത്തിച്ചു. പുഴുക്കിനാവശ്യമായ ചേമ്പ്, കാച്ചില്, കപ്പ ഇവയെല്ലാം അരിഞ്ഞത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മറ്റു കൂട്ടുകളൊക്കെ റെഡിയാക്കി ഇരിക്കുകയാണ്. എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുപ്പ് കത്തിക്കുന്നത്. അടുപ്പിലേക്ക് ചെമ്പ് വെക്കുകയാണ്. ശേഷം വെള്ളം നിറയ്ക്കുകയും അതിലേക്ക് മറ്റു കൂട്ടുകളെല്ലാം ഇടുകയാണ്. കപ്പ, കാച്ചിൽ, ചേമ്പ്, വാഴയ്ക്ക എന്നിവയിട്ട് ഇളക്കുകയാണ്. ഇനി വെന്ത ഇറച്ചി ചെമ്പിൽ നിന്നും ഇതിലേക്ക് എടുത്തിടുകയാണ്. ഇപ്പോൾ മൊത്തത്തിൽ എല്ലായിടും ഒരു പുകയാണ്. ഈ തീ കത്തിയതും ഈ ചെമ്പിനകത്തോട്ട് ഇതെല്ലാം ഇട്ടപ്പോഴത്തേന് വ്യക്തമായിട്ട് ചെമ്പിനുള്ളിലേക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. കുറച്ച് ഇളക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും മസാല ചേരുവ ചേർക്കുകയാണ്. ഇതിനും മുകളിലേക്ക് വീണ്ടും കപ്പയും കാച്ചിലും ചേമ്പും വാഴയ്ക്കായും എല്ലാം ഇട്ട് നികത്തുകയാണ്. ശേഷം വാഴയില കൊണ്ട് മൂടുകയാണ്. അങ്ങനെ അടുത്ത അടുപ്പിലും ഇതേ രീതിയിൽ ചെമ്പ് വെച്ച് ഓരോന്നോരോന്ന് അടുക്കി ഇങ്ങനെ വെക്കുകയാണ്. അങ്ങനെ അടുത്ത അടുപ്പ് ഇങ്ങനെ തുടരുകയാണ്. ചെമ്പ് കൊണ്ടുവരുന്നതും തിരികെ പുഴുക്ക് കയറ്റി കൊണ്ടുപോകുന്നതും ഒക്കെ ക്രെയിനാണ്. ഈ കാഴ്ച കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ പുഴുക്ക് റെഡിയായി കൊണ്ടിരിക്കുന്നു. തീ കൂടുതൽ ആളി കത്തിക്കുന്നു. അങ്ങനെ 2 പേര് കൂടി ഇളക്കി, 2 സൈഡിൽ നിന്ന് ഇളക്കി പുഴുക്കിനകത്ത് എല്ലാ മസാലകളും പിടിക്കാൻ നല്ല അങ്ങോട്ട് കപ്പയങ്ങോട്ട് ഇളക്കി നല്ല റെഡിയാക്കുകയാണ്. ഇനി ക്രെയിൻ ഉപയോഗിച്ച് റെഡിയാക്കിയ പുഴുക്ക് ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നീക്കുകയാണ്.
വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ വിരിച്ചിട്ടിരിക്കുന്ന വരമ്പിലേക്ക് അല്ലെങ്കിൽ ഈ പായിലേക്ക് പുഴുക്ക് നിരത്തിയിട്ടിരിക്കുകയാണ്. നിരത്തിയിട്ടിരിക്കുന്ന പുഴുക്കിൽ നിന്നും ചൂടാവി പൊങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പുഴുക്കിൻ്റെ ക്രമീകരണങ്ങൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. കലവറയിലെ പണിയെല്ലാം പൂർത്തിയായി. രാവിലെ തന്നെ ഞാൻ ദേവാലയത്തിൽ ചെന്നു, ഒന്ന് പ്രാർത്ഥിച്ചു, നേർച്ചയിട്ട് വളരെ സന്തോഷത്തിലാണ്. ഇന്നലെ ഉറക്കം ഇളച്ചിട്ടാണെങ്കിലും പുഴുക്കുണ്ടാക്കുന്നത് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. വീണ്ടും ഞാൻ വെറ്റുവാണി കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി, അതൊക്കെ ഒന്ന് സന്ദർശിച്ച് കുറച്ച് സാധനമൊക്കെ വാങ്ങി വീണ്ടും പഴയ പള്ളിയിൽ വന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. മനസ്സിനൊക്കെ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു. വളരെ ഹാപ്പിയായി. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണി. നെടുകുന്നം പള്ളിയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. പുഴുക്ക് നേർച്ചയുടെ ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞു. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നത്. ഇനിയിപ്പം 4 മണിയാകുമ്പോഴത്തേന് ഇവിടെ ഒരു ഭക്തി നിർഭരമായിട്ട് പള്ളിക്ക് ചുറ്റും ഒരു റാസയുണ്ട്. ആ റാസ കയറി വരുന്നു കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓരോ വാർഡുകാരും ഓരോ കൂട്ടായ്മക്കാരും ഇരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഇവിടുത്തെ പുഴുക്ക് നേർച്ച തുടങ്ങുന്നതായിരിക്കും. 10 മിനിറ്റ് കൊണ്ട് അത് തിരികെയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ ഈ നെടുകുന്നം പള്ളിയിലെ പുഴുക്ക് നേർച്ച സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ പുഴുക്ക് നേർച്ച ഇന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇനി 4 മണി കഴിയണം പ്രദക്ഷിണത്തിന് കൂടണം. അത് കഴിഞ്ഞിട്ട് വേണം പുഴുക്ക് നേർച്ച. പുഴുക്ക് കൊട്ടയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ ഒന്നും പിന്നെ ആരെയും പ്രവേശിപ്പിക്കത്തില്ല. അവിടെ ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത് അത് വെച്ചിരിക്കുകയാണ്. ഇനി അങ്ങനെ ആളുകൾ കയറി ഇറങ്ങാനൊന്നും അവർ സമ്മതിക്കത്തില്ല. പള്ളി പരിസരം ജനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞു. പുഴുക്ക് കൊട്ടകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പള്ളിപ്പരിസരം നോക്കിയിട്ട് എൻ്റെ പൊന്നെ, ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇത്രയും ജനങ്ങൾ എങ്ങനെ ഈ സമയത്ത് ഒഴുകി വന്നെന്നറിയത്തില്ല. ഒരു 50,000 പേരല്ല, അതിൽ കൂടുതലുണ്ട്. പുഴുക്ക് നേർച്ചയ്ക്ക് വാളണ്ടിയേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ അപ്പോൾ ഇടവകച്ചൻ അവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിർദ്ദേശമനുസരിച്ച് തേക്കിലകൾ ആദ്യം വിതരണം ചെയ്തു തുടങ്ങി. വിതരണത്തിനായി പുഴുക്കുകൾ റെഡിയാക്കി വച്ചിരിക്കുന്നു. തേക്കിലകൾ വിതരണം ചെയ്തു. വിതരണത്തിനായി പുഴുക്കുമായി വോളണ്ടിയേഴ്സ് പള്ളി മുറ്റത്തേക്ക് പോകുകയാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പുഴുക്ക് നേർച്ചയ്ക്കായി സ്ഥലം പിടിച്ച് കാത്തിരിക്കുകയാണ്. വികാരിയച്ചൻ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയാണ്. പുഴുക്കുമായി ജനങ്ങളുടെ ഇടയിലേക്ക് വോളണ്ടിയേഴ്സ് റെഡിയായി നിൽക്കുകയാണ്. വികാരിയച്ചൻ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് പുഴുക്ക് നേർച്ച ആരംഭിച്ചു. ജനസാഗരങ്ങൾ നേർച്ചയിൽ പങ്കുചേർന്നു. നല്ല തിരക്കുണ്ട്. കൈകൾ കൊണ്ടാണ് പുഴുക്ക് എടുത്തു കൊടുക്കുന്നത്. പുഴുക്ക് മേടിക്കാൻ ജനങ്ങൾ
തിരക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ എല്ലാം വളരെ ശാന്തതയോടെ കൃത്യതയോടെ ചെയ്യുന്ന വോളണ്ടിയേഴ്സ്, സ്റ്റെപ്പുകളിൽ നിലത്ത് ഇരിക്കുന്നവരും എല്ലാവർക്കും പുഴുക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പുഴുക്ക് നേർച്ച കഴിക്കുന്നതും ഇതിൽ പങ്കെടുക്കുന്നതും. പുഴുക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു രക്ഷയില്ല, സൂപ്പറാണ്. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് പുഴുക്ക് വിതരണം പൂർത്തിയായി. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. എന്നാ നല്ല ക്രമീകരണം, നല്ല ചിട്ടയോടെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നാനാജാതി മതസ്ഥരിവിടെ വന്നിട്ടുണ്ട് ഈ പുഴുക്ക് നേർച്ച കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും തൃപ്തിയായിട്ട് പിരിഞ്ഞുപോയി. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നെടുങ്കുന്നം പള്ളിയിലെ പുഴുക്ക് നേർച്ചയിൽ പങ്കെടുക്കുക എന്നുള്ളത്. പങ്കെടുക്കുവാനും വീഡിയോ എടുക്കുവാനും ഒക്കെ പറ്റിയത് എന്തൊരു സന്തോഷം തന്നെ, മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വർഷം ഞാൻ പുഴുക്ക് കഴിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം ബായ്.